ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ AI റിലേറ്റഡ് ഹോം ഓട്ടോമേഷൻ റോബോട്ടിക്സ് പ്രോജക്റ്റുകളിലേക്ക് കടക്കുകയാണ്. അതിന് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ റാസ്ബെറി പൈയിൽ നിന്ന് നമുക്കെങ്ങനെ ഒരു AI മോഡലിലേക്ക് ഒരു മെസ്സേജ് അയക്കാനും അതിൻ്റെ റെസ്പോൺസ് എടുക്കാനും പറ്റും എന്നാണ്. ആ ഒരു പ്രോസസ്സ് ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ മടിക്കണ്ട. ഇതിന് ഞാൻ യൂസ് ചെയ്യുന്ന കോഡും സ്ക്രിപ്റ്റും എല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോട്ടാവും. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കോപ്പി ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ പേസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ ഈ AI റോബോട്ടിക്സ് അതുപോലെ തന്നെ ഹോം ഓട്ടോമേഷൻ പ്രോജക്റ്റുകളൊക്കെ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ബെസ്റ്റ് ഓർഡിനോയെക്കാളും നല്ലത് റാസ്ബെറി പൈ തന്നെയാണല്ലേ. റാസ്ബെറി പൈക്ക് ഓർഡിനോ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു റാസ്ബെറി പൈയിലായിരിക്കും ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഒരു റാസ്ബെറി പൈ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ റാസ്ബെറി പൈയിലാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിൽ ആദ്യം റാസ്ബെറി പൈ സെറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം. ഇല്ല കമ്പ്യൂട്ടറിലാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് പൈത്തൺ 3 വേർഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സ്ക്രിപ്റ്റുകളെല്ലാം അതിൽ റൺ ചെയ്യാവുന്നതാണ്. സോ ശരിക്കും നമ്മൾ ചാറ്റ് GPT-യുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു ബേസിക് ഫ്ലോ, ഒരു സിമ്പിളായിട്ടുള്ള ഫ്ലോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു കൺസോളിൽ നമുക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വയറീസ് നമ്മൾ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന മുകളിൽ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന മോഡലിലേക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത ആ ഒരു ക്വറി അല്ലെങ്കിൽ ഇൻപുട്ട് സെൻഡ് ചെയ്യും. ഈ ഒരു പ്രോംപ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് വച്ചിരിക്കുന്ന ആ ഒരു മോഡൽ പ്രോസസ്സ് ചെയ്യും. എന്നിട്ട് ആ ഒരു മോഡൽ അതിന് ഒരു റെസ്പോൺസ് തരും. ആ ഒരു റെസ്പോൺസ് നമ്മൾ കാണുന്ന ഫ്രണ്ട് എൻഡിൽ ടൈപ്പ് ചെയ്ത് നമുക്ക് കാണിച്ചു തരും. അതാണ് ശരിക്കും ഇതിൻ്റെ ബാക്ക് എൻഡിൽ സംഭവിക്കുന്നത്. പക്ഷേ നമ്മളൊരു റോബോട്ടിക്സ് അല്ലെങ്കിൽ ഹോം ഓട്ടോമേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു വെബ് കൺസോളിൽ കയറിയിട്ട് ടൈപ്പ് ചെയ്ത് ഇൻപുട്ടും ഔട്ട്പുട്ടും കളക്ട് ചെയ്ത് അതിനനുസരിച്ച് പ്രോസസ്സ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഒരു പൈത്തൺ സ്ക്രിപ്റ്റ് ഉണ്ടാക്കും. ആ ഒരു പൈത്തൺ സ്ക്രിപ്റ്റിൽ നമുക്ക് ആവശ്യമുള്ള ആ ഒരു ക്വറി അല്ലെങ്കിൽ ആ ഒരു പ്രോംപ്റ്റ് കൺസ്ട്രക്ട് ചെയ്ത് ചിലപ്പോൾ ഓട്ടോമാറ്റിക് ആയിരിക്കും, ചിലപ്പോൾ മാനുവൽ ആയിരിക്കും, കൺസ്ട്രക്ട് ചെയ്ത് നമ്മൾ ആ ഒരു ഓപ്പൺ AI മോഡലിലേക്ക് അയച്ചു കൊടുക്കുന്നു. എന്നിട്ട് ആ ഓപ്പൺ AIയുടെ മോഡലിൻ്റെ റെസ്പോൺസ് കളക്ട് ചെയ്തിട്ട് അതിനെ ഡീകൺസ്ട്രക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് നമുക്ക് വേണ്ട ഔട്ട്പുട്ട് വർക്ക് ചെയ്യുന്നു. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ നമ്മുടെ മെയിൻ കമ്പ്യൂട്ടറിലാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ ഇതിൽ നിന്നും റാസ്ബെറി പൈയിലേക്ക് SSH ചെയ്യാൻ പോവുകയാണ്. കാരണം നമ്മുടെ സ്ക്രിപ്റ്റ് എല്ലാം റൺ ചെയ്യുന്നത് അതിൽ നിന്നായിരിക്കും. ഓക്കെ ഓക്കെ ഞാനിപ്പോൾ നമ്മുടെ റാസ്ബെറി പൈയിലാണ്. ഇതിനകത്ത് ഞാൻ ഓൾറെഡി കുറച്ച് സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓപ്പൺ AI ടെസ്റ്റ് എന്ന് പറയുന്ന ഡയറക്ടറിക്കകത്താണ്. ഇനി ഇതിനകത്ത് നമുക്ക് ഈ ഓപ്പൺ AI കമ്മ്യൂണിക്കേറ്റ് എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ഒരു ചെറിയ ഒരു സ്ക്രിപ്റ്റാണ്. അതായത് ഓപ്പൺ AI APIയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മളൊരു റിക്വസ്റ്റ് അയച്ച് അതിൻ്റെ റെസ്പോൺസ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സ്ക്രിപ്റ്റാണ്. ഇതിനകത്ത് ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 2 ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്യുകയാണ്. സോ ബേസിക്കലി ഓപ്പൺ AI തന്നെ ഒരു പൈത്തൺ ലൈബ്രറി അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ AI പല പല മോഡലിലേക്ക് റിക്വസ്റ്റ് അയച്ചിട്ട് അതിൻ്റെ റെസ്പോൺസ് റിസീവ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അവർ തന്നെ ഒരു ലൈബ്രറി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഓപ്പൺ AI. നമ്മൾ ആ ഒരു ലൈബ്രറിയും അതുപോലെ സിസ് എന്ന് പറയുന്ന ലൈബ്രറി നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് ക്ലയൻറ്റ് ഇസ് ഈക്വൽ ടു ഓപ്പൺ AI എന്ന് പറയുന്നത് നമ്മളൊരു ക്ലയൻറ്റ് ഒബ്ജക്റ്റ് ഉണ്ടാക്കുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഓപ്പൺ AIയുടെ ഒരു API കീ ആവശ്യമുണ്ട്. നമുക്ക് ഓപ്പൺ AIയുടെ വെബ്സൈറ്റിൽ നിന്ന് ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നിന്ന് നമുക്കൊരു ഓപ്പൺ AI കീ ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ചാറ്റ് GPT യൂസ് ചെയ്യുന്ന സമയത്ത് സാധാരണ ഒരു Gmail അക്കൗണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്തിട്ടായിരിക്കും ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ അതുപോലെ ബില്ലിങ്ങിൻ്റെ ആവശ്യത്തിനൊക്കെ ഒരു API കീ വെച്ചിട്ടായിരിക്കും നമ്മൾ സ്ക്രിപ്റ്റിനകത്തും അതുപോലെ തന്നെ വേറെ ആപ്ലിക്കേഷൻസിനകത്തും ഓപ്പൺ AI APIസിനെ കോൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രോംപ്റ്റ് കൺസ്ട്രക്ട് ചെയ്യണം. പ്രോംപ്റ്റാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന മോഡലിന് ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു റിക്വസ്റ്റ് പ്രിപ്പയർ ചെയ്ത് അത് ഓപ്പൺ AI മോഡലിന് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു റിക്വസ്റ്റിനകത്ത് വേണ്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഒരു മോഡലാണ്, നമ്മൾ ഏത് മോഡലിനാണ് റിക്വസ്റ്റ് അയക്കുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് മെസ്സേജ് എന്ന് പറയുന്ന ഒരു ഫീൽഡാണ്. ഈ മെസ്സേജസ് എന്ന് പറയുന്ന ഒരു ഡിക്ഷണറിയാണ്. നമുക്ക് കണ്ടറിയാം 2 വാല്യൂസ് ഉണ്ടല്ലേ, 2 കീ ഉണ്ട്, ഒരു റോളുണ്ട്, അതുപോലെ തന്നെ കോണ്ടൻറ്റ് എന്ന് പറയുന്ന ഒരു കീയും ഉണ്ട്. ഈ റോൾ എന്ന് പറയുന്ന യൂസർ, അതായത് ഈ ഒരു പ്രോംപ്റ്റ് അയച്ചു കൊടുക്കുന്ന ആരാണോ നമ്മളാണ് ഇപ്പോൾ അയച്ചു കൊടുക്കുന്നത്, നമ്മളാണ് യൂസർ. അതുപോലെ തന്നെ കോണ്ടൻറ്റിനകത്താണ് നമ്മൾ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത ആ ഒരു പ്രോംപ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ വെച്ച് സെൻഡ് ചെയ്യുന്നത്.
അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ റെസ്പോൺസ് എങ്ങനെ ഇരിക്കുമെന്ന് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ആ റെസ്പോൺസ് അതേപോലെ പ്രിൻ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇനി ഞാൻ ഈ സ്ക്രിപ്റ്റ് സേവ് ചെയ്തിട്ട് നമുക്കൊന്ന് റൺ ചെയ്യണം. പക്ഷേ റൺ ചെയ്യുന്നതിന് മുമ്പ് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ ഓപ്പൺ എയുടെ API കീ ആവശ്യമുണ്ടെന്ന്. ആ API കീ എങ്ങനെയായിരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്? എവിടെയാണോ ഈ ഒരു സ്ക്രിപ്റ്റ് റൺ ചെയ്യുന്നത് അവിടെ ഈ ഓപ്പൺ API കീ ഒരു എൻവയോൺമെൻറ്റ് വേരിയബിളായിട്ട് സെറ്റ് ചെയ്യണം. അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പോർട്ട് ആ ഒരു വേരിയബിളിൻ്റെ നെയിം പിന്നെ അതിൻ്റെ വാല്യൂ. ഈ സീക്രട്ട് വാല്യൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ശരിക്കുള്ള വാല്യൂ ഇതല്ല, നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്തതേ ഉള്ളൂ. സോ ഈ ഒരു വാല്യൂവും കൂടെ കൊടുത്തിട്ട് എൻ്റർ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു API കീ ഇതിൻ്റെ എൻവയോൺമെൻറ്റ് വേരിയബിളായിട്ട് സെറ്റ് ആവും. ഓക്കെ, ഞാൻ ആ ഒരു എൻവയോൺമെൻറ്റ് വേരിയബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സ്ക്രിപ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. Python 3 സ്ക്രിപ്റ്റിൻ്റെ പേര്, എന്നിട്ട് എൻ്റർ അടിക്കുക. ഓക്കെ, ഇവിടെ U എന്ന് പറയുന്ന ഒരു പ്രോംപ്റ്റ് വന്നു അല്ലേ, അവിടെ നമുക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ടെൽ മീ എ ജോക്ക് എന്ന പ്രോംപ്റ്റ് കൊടുക്കാം. ഇത്രയും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റർ അടിക്കുന്ന സമയത്ത് ഈ ഒരു റിക്വസ്റ്റ് ഓപ്പൺ എയിൽ പോയി ഓപ്പൺ എയുടെ മോഡൽ അത് പ്രോസസ് ചെയ്തിട്ട് തിരിച്ച് ഇങ്ങനെ ഒരു റെസ്പോൺസ് വരും. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്, പക്ഷേ അതിനകത്തുള്ള മെയിൻ ഇൻഫർമേഷൻ നമ്മുടെ റെസ്പോൺസ് കിടക്കുന്നത് ഈ മെസ്സേജസിനകത്ത് കോണ്ടന്റ് എന്ന് പറയുന്ന ആ ഒരു ഫീൽഡിനകത്താണ്. കണ്ടില്ലേ, കോണ്ടന്റിനകത്ത് ഇവിടെ ഒരു ജോക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ജോക്ക് മാത്രം പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാം. ഈ വന്ന റെസ്പോൺസ് മുഴുവനായിട്ട് പ്രിന്റ് ചെയ്യാതെ ആ ഒരു കോണ്ടന്റ് മാത്രം, മെസ്സേജസിനകത്ത് കോണ്ടന്റ് മാത്രം ഒന്ന് പ്രിന്റ് ചെയ്യാം. ഓക്കെ, ഇനി ആ സ്ക്രിപ്റ്റ് ഒന്നുകൂടെ റൺ ചെയ്യാം. ഞാൻ ആ സെയിം പ്രോംപ്റ്റ് തന്നെ കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇപ്പോൾ ആ ഒരു കോണ്ടന്റ് മെസ്സേജസിനകത്ത് ആ ഒരു കോണ്ടന്റ് മാത്രം പ്രിന്റ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് ChatGPT അല്ലാത്ത ഒരു വെബ് കൺസോൾ അല്ലാതെ ഒരു സ്ക്രിപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഒരു ഓപ്പൺ AI മോഡൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോഡലിലേക്ക് പൈത്തൺ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഒരു പ്രോംപ്റ്റ് അയക്കുക, അത് റിസീവ് ചെയ്യുകയും ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ ഗൈസ്, സോ ഇതിനി എങ്ങനെ പ്രാക്ടിക്കലി യൂസ് ചെയ്യാമെന്ന് ഒരു പ്രോജക്റ്റ് റൺ ചെയ്ത് ഞാനിപ്പോൾ കാണിച്ചു തരാം. മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ DIY ഇലക്ട്രോണിക്സ്, റോബോട്ടിക്സ്, ഹോം ഓട്ടോമേഷൻ ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് സർക്യൂട്ട് വരയ്ക്കുക എന്ന് പറയുന്ന ഒരുപാട് സ്റ്റെപ്പുകളിൽ ഒന്ന് മാത്രമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഫ്രണ്ട്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടീംമേറ്റ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും, അവരുടെ ഫീഡ്ബാക്ക് എടുക്കേണ്ടി വരും, അതുപോലെ തന്നെ ചിലപ്പം PCB ഡിസൈൻ ചെയ്യേണ്ടതായിട്ട് വരും, അതുപോലെ ബിൽ ഓഫ് മെറ്റീരിയൽസ് എടുക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ പല പല സ്റ്റെപ്പുകളുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് ഒറ്റ കുടക്കീഴിലാക്കുന്ന ഒരു ടൂളാണ് Altium ഡെവലപ്പ്. ഇതിനകത്ത് Altium PCB ഡിസൈനർ ഉണ്ട്. നമ്മൾ എല്ലാ പ്രോജക്റ്റുകൾക്കും യൂസ് ചെയ്യുന്ന ടൂളാണ് Altium PCB ഡിസൈനർ. അതുപോലെ തന്നെ കൊളാബറേഷന് വേണ്ടിയിട്ട് Altium 365 എന്ന് പറയുന്ന ഫീച്ചറുണ്ട്. അതുപോലെ ബിൽ ഓഫ് മെറ്റീരിയൽസ് എടുക്കാനാണെങ്കിലും, അതുപോലെ തന്നെ ഗർഭർ ഫയൽ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും, അതുപോലെ പുറത്തുള്ള ടീംസുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ Altium ഡെവലപ്പ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഒരു മാസത്തേക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. സോ ഞാനിവിടെ ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഓപ്പൺ AI ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹോം ഓട്ടോമേഷൻ സിസ്റ്റമാണ്. നാച്ചുറൽ ലാംഗ്വേജ് വെച്ചിട്ട് ഡിവൈസുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോം ഓട്ടോമേഷൻ സിസ്റ്റം. സോ ഇവിടെ ഇപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റ് ഒരു വെബ് സെർവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വെബ് സെർവർ ഞാനൊരു ബ്രൗസർ വഴി ആക്സസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ആ ഒരു സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരാം. സോ ഈ കാണുന്നതാണ് എൻ്റെ സിസ്റ്റം. പിന്നെ ഞാനിവിടെ റാസ്ബെറി പൈ വെച്ച് പ്രിപ്പയർ ചെയ്ത ഒരു ചെറിയൊരു പ്രോജക്റ്റ് ഉണ്ട്. ഇതിൻ്റെ അടിയിൽ ഒരു റാസ്ബെറി പൈ 0 ആണ് റൺ ചെയ്യുന്നത്. അതിനെ ഒരു മോസ്ഫെറ്റ് വഴി നമ്മൾ ഈ ഒരു LED സ്ട്രിപ്പിനെ കൺട്രോൾ ചെയ്യാൻ പോവുകയാണ്. സോ സാധാരണ കേസിൽ നമ്മൾ ഈ ഒരു LED സ്ട്രിപ്പിനെ കൺട്രോൾ ചെയ്യാൻ ടേൺ ഓൺ LED, ടേൺ ഓഫ് LED ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ് കമാൻഡല്ലേ കൊടുക്കുന്നത്. സോ ഇപ്രാവശ്യം നമ്മളൊരു നാച്ചുറൽ ലാംഗ്വേജ് നമ്മളൊരു സെൻറ്റൻസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു 5 സെക്കൻഡ് LED ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു 4 മണിയാകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഫാൻ ഓൺ ചെയ്യുക. ഇങ്ങനെയുള്ള നാച്ചുറൽ ലാംഗ്വേജ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഡിവൈസിനെ കൺട്രോൾ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ ഞാനിപ്പോൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പ്രോംപ്റ്റ് തന്നെ കൊടുക്കാൻ പോവുകയാണ്. ഈ ഒരു LED ഒരു 5 സെക്കൻഡ് സമയത്തേക്ക് ഓൺ ചെയ്യണം, എന്നിട്ട് ഓഫ് ആക്കണമെന്ന്. ഓക്കെ, ഞാനിവിടെ പേസ്റ്റ് ചെയ്തിട്ട് ഇത് സെൻഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇത് റണ്ണായി തുടങ്ങിയിട്ടുണ്ട്. കറക്റ്റ് 5 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും.
ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ഇവിടെ ഒരു ക്വറിയും വന്നിട്ടുണ്ടല്ലേ.